ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കനോണിക്കൽ ഡീകമ്പോസിഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് GCD കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു തിയറായിട്ട് പറയുകയാണ്. ലെറ്റ് എ ആൻഡ് ബി ബി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വിത്ത് ദ ഫോളോയിങ് കനോണിക്കൽ ഡീകമ്പോസിഷൻസ്. എ ഈക്വൽ ടു എനെ നമുക്ക് P1 റേസ് ടു A1, P2 റേസ് ടു A2 എക്സെട്ര Pn റേസ് ടു AN എന്ന് എഴുതാം. ബിനെ P1 റേസ് ടു B1, P2 റേസ് ടു B2 എക്സെട്ര Pn റേസ് ടു Bn എന്ന് എഴുതാം. ഇതിൽ എ ഐസും ബി ഐസും എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുപോലെ P1, P2 എക്സെട്ര Pn എന്ന് പറയുന്നതെല്ലാം പ്രൈംസ് ആണ്. ഓക്കെ, വി നോട്ട് ദാറ്റ് സം പ്രൈംസ് വിൽ നോട്ട് ബി എ ഫാക്ടർ ഓഫ് ഐദർ ഓഫ് എ ഓർ ബി ബട്ട് നോട്ട് ബോത്ത്. അതായത് ചില കേസിൽ ഇപ്പോൾ എയുടെ ഫാക്ടർ 2, 3, 5 മാത്രമേ വരണുള്ളൂ, 7 വരണില്ല എന്ന് വിചാരിക്കും. ഓക്കെ, അതുപോലെ ബിയുടെ ഫാക്ടറിൽ 2, 3, 7 വരുന്നുണ്ട്, 5 വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഈ P1, P2 എന്ന് എഴുതുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്. P1 ലെസ് ദാൻ P2 ലെസ് ദാൻ ആ ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ സപ്പോസ് എയുടെ ഫാക്ടേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. 2 ഫാക്ടറായിട്ട് വരുന്നുണ്ട്, 3 ഫാക്ടറായിട്ട് വരുന്നുണ്ട്, 5 ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3 പ്രാവശ്യം വരുന്നുണ്ട്, ഇതൊരു 2 പ്രാവശ്യം, ഇതൊരു 1 പ്രാവശ്യം. ഓക്കെ, ദെൻ ബി ഈക്വൽ ടു സം 2 × 3 × 7. ദെൻ ഇവിടെ 5 ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 5 റേസ് ടു 0 എന്ന് എഴുതണം. 5 വരുന്നില്ലെങ്കിൽ ആ ഫാക്ടറിനെ നമ്മൾ 5 റേസ് ടു 0 എന്നാണ് അവിടെ ഡിനോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ എ ഐസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഡീകമ്പോസിഷൻ വരുന്നതെങ്കിൽ GCD ഓഫ് എ ബി എന്ത് വരും? GCD ഓഫ് എ ബി ഈക്വൽ ടു P1 റേസ് ടു മിനിമം ഓഫ് A1, B1 എന്ന് എഴുതാൻ പറ്റും. അതായത് എയുടെയും ബിയുടെയും ആദ്യത്തെ ഫാക്ടറിൽ എത്ര പ്രാവശ്യം വരുന്നു? അതായത് A1, B1 എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യത്തേൽ നമുക്ക് നോക്കൂ 2 റേസ് ടു 3 വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. 2 റേസ് ടു 3. അടുത്തതിൽ നമുക്ക് 2 റേസ് ടു 2 വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? ഈ മിനിമം നമ്പർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ GCD കണ്ടത്. P1 റേസ് ടു മിനിമം ഓഫ് A1, B1 ഇൻറ്റു P2 റേസ് ടു മിനിമം ഓഫ് A2, B2 എക്സെട്ര Pn റേസ് ടു മിനിമം ഓഫ് AN, Bn. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് പഠിച്ചിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഫോർമുല. GCD കാണാനുള്ള ഫോർമുല ഇതാണ്. GCD ഓഫ് എ ബി ഈക്വൽ ടു രണ്ടിൻ്റെയും കനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതി P1 റേസ് ടു മിനിമം ഓഫ് A1, B1, P2 റേസ് ടു മിനിമം ഓഫ് A2, B2 എക്സെട്ര Pn റേസ് ടു മിനിമം ഓഫ് AN, Bn. ഇപ്പോൾ 2 എക്സാമ്പിൾ നോക്കാം. 2 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 720 3528. 720യുടെ ഡീകമ്പോസിഷൻ വരുന്നത് 2 റേസ് ടു 4 × 3² × 5 റേസ് ടു 1. 7 വരുന്നില്ല, അപ്പോൾ 7 റേസ് ടു 0 എന്ന് എഴുതി. ഓക്കെ, ഇനി അപ്പുറത്ത് എന്താ വരുന്നത്? 2 റേസ് ടു 3 × 3² × 5 റേസ് ടു 0 × 7². അപ്പോൾ രണ്ടിലും മിനിമം വരുന്നതാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ GCD എന്ത് വരും? ഇപ്പുറത്ത് 2 റേസ് ടു 4 ഉണ്ട്, 2 റേസ് ടു 3 ഉണ്ട്. അപ്പോൾ മിനിമം വാല്യൂ എന്താ വരിക? 3 ആണ് വരുന്നത്. അപ്പോൾ 2 റേസ് ടു മിനിമം ഓഫ് 4 and 3. 4ലും 3ലും മിനിമം വരുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് 2 റേസ് ടു 3 എടുക്കാം. 2 റേസ് ടു 3 ഇൻറ്റു അടുത്തത് എന്താ വരുന്നത്? 3² വരുന്നുണ്ട്. രണ്ടിലും 3² ആണ് വരുന്നത്. അപ്പോൾ മിനിമം എടുക്കാനൊന്നുമില്ല, അത് 3² തന്നെ നമ്മൾ എടുത്തു. ഓക്കെ, നെക്സ്റ്റ് ടേം എന്താ വരുന്നത്? 5 റേസ് ടു 1 ഉണ്ട്, ഇവിടെ 5 റേസ് ടു 0. അപ്പോൾ അതിൽ മിനിമം വാല്യൂ വരുന്നത് ഏതാ? 5 റേസ് ടു 0. 1ൻ്റെയും 0യുടെയും മിനിമം വാല്യൂ 5 റേസ് ടു 0 വരുന്നു. അപ്പോൾ 5 റേസ് ടു 0 എടുത്തു. ഇപ്പുറത്ത് 7 റേസ് ടു 0, 7 റേസ് ടു 2. 0ൻ്റെയും 2ൻ്റെയും മിനിമം വരുന്നത് 0 ആണ്. അപ്പോൾ 7 റേസ് ടു 0 സെലക്ട് ചെയ്യാം. ഫൈനലി ദ GCD ഈസ് ഈക്വൽ ടു 2 റേസ് ടു 3 × 3² × 5 റേസ് ടു 0 × 7 റേസ് ടു 0. Therefore the answer is 72. Next is distribution of primes revisit. അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏത് ഇൻറ്റീജർ എടുത്താലും അതിനെ നമുക്ക് 4n + r എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഏത് ഇൻറ്റീജറിനെയും നമുക്ക് 4n + r എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. വേർ r is equal to 0, 1, 2, 3. അതിൽ r 0യും 2ഉം ആണെങ്കിൽ അത് ഈവൺ ഇൻറ്റീജേഴ്സ് ആയിരിക്കും. r ഈക്വൽ ടു 1 and 3 വരികയാണെങ്കിൽ അത് ഓഡ് ഇൻറ്റീജേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് ഈവൺ ഇൻറ്റീജറിനെയും നമുക്ക് എങ്ങനെ എഴുതാം? 4n or 4n + 2. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഏത് ഈവൺ ഇൻറ്റീജർ എടുത്താലും അതിനെ നമുക്ക് ഒന്നുകിൽ 4n എന്ന് എഴുതാം, അല്ലെങ്കിൽ 4n + 2 എന്ന് എഴുതാം. അതുപോലെ ഏത് ഓഡ് ഇൻറ്റീജർ എടുത്താലും അതിനെ നമുക്ക് 4n + 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 4n + 3 എന്ന് എഴുതാം. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. 17നെ നമുക്ക് എങ്ങനെ എഴുതാം? 4n + 1 എന്നുള്ള ഫോമിൽ എഴുതാം. അതായത് 4 × 4 + 1. ഓക്കെ, അതുപോലെ 29നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 7 + 1. അതായത് 4n + 1 എന്നുള്ള ഫോമിൽ എഴുതാം, ഓഡ് നമ്പർ ആയതുകൊണ്ട്. ഇനി അതല്ലെങ്കിൽ 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 15നെ നമുക്ക് 4 × 3 + 3 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 4n + 3 ഫോമിൽ എഴുതാം. 35നെ എങ്ങനെ എഴുതാം?
4n+3 എന്നുള്ള ഫോമിൽ, അതായത് 4×8+3 എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് തിയറം, ദ പ്രോഡക്റ്റ് ഓഫ് എനി ടു ഇൻറ്റീജേഴ്സ് ഓഫ് ദ ഫോം 4n+1 ഈസ് ഓൾസോ ഓഫ് ദ ഫോം 4n+1. അതായത് രണ്ട് 4n+1 ഫോമിലുള്ള രണ്ട് ടേംസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ മസ്റ്റ് ബി 4n+1. അപ്പോൾ ആൻസർ നമുക്ക് നോക്കി നോക്കാം. എയും ബിയും രണ്ട് ഇൻറ്റീജേഴ്സാണ്, 4n+1 ഫോമിലുള്ള ഇൻറ്റീജേഴ്സാണ്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെയുള്ള രണ്ട് ഇൻറ്റീജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 4n+1 ഫോമിൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എയിനെ നമുക്ക് 4n+1 ഫോമിൽ എന്നിന് നമുക്കൊരു പി കൊടുക്കാം. അപ്പോൾ എന്ത് വരും, 4p+1 എന്ന് കൊടുക്കാം. അതുപോലെ ബിക്ക് എന്ത് കൊടുക്കാം, 4q+1 എന്ന് കൊടുക്കാം. എന്നിട്ട് എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് കാണാം. അപ്പോൾ എന്ത് വരും, a × b = 4p+1 × 4q+1. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, 16pq + 4p + 4q+1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യത്തെ 3 ടേമിലും 4 കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും, 4 × 4pq + p + q പ്ലസ് ലാസ്റ്റ് ടേം 1 തന്നെ വരും. അതായത് നമുക്ക് 4p + p + q ഈ ടേമിനെ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ടേമിനെ മൊത്തത്തിൽ നമ്മൾ k എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ 4k+1 എന്ന് എഴുതാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ, ഏത് 4n+1 ഫോമിലുള്ള ഇൻറ്റീജേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ ആൻസറും വീണ്ടും 4n+1 ഫോമിലുള്ള ഒരു ഇൻറ്റീജർ തന്നെയാണ് വന്നത്. ഓക്കെ. ഇനി അടുത്ത തിയറം നോക്കാം. ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ് ഓഫ് ദ ഫോം 4n+3. 4n+3 ഫോമിൽ ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. സപ്പോസ് ദർ ആർ ഓൺലി ഫൈനൈറ്റ്ലി മെനി പ്രൈംസ്. നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുകയാണ്. അതായത് ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനൈറ്റ്ലി മെനി പ്രൈംസേ ഉള്ളൂ. ഏത് ഫോമിൽ, 4n+3 എന്നുള്ള ഫോമിൽ ഫൈനൈറ്റ്ലി മെനി പ്രൈംസേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രൈംസിനെല്ലാം, ആ ഫൈനൈറ്റ് പ്രൈംസിന് നമ്മൾ പേര് കൊടുക്കുകയാണ്. P0, P1, P2 എക്സെട്ര Pk. അത്രയും പ്രൈംസേ ആകെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് പ്രൈമിനെ നമ്മൾ P0 എന്നാണ് വിളിച്ചത്. ദെൻ ലെറ്റ് ഇറ്റ് ബി P0 = 3. അതിൽ എഴുതിയിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. P0 ഈസ് ലെസ് ദാൻ, P1 ഈസ് ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ Pk. ഈ ഒരു ഫോമിലാണ് എടുത്തിട്ടുള്ളത്. ദെൻ കൺസിഡർ എ ന്യൂ ഇൻറ്റീജർ N ഈസ് ഈക്വൽ ടു 4 × P1, P2 എക്സെട്ര Pk + 3. ഇങ്ങനെ ഒരു ഇൻറ്റീജർ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റീജർ എന്തായിരുന്നു, ഫസ്റ്റ് പ്രൈം എന്തായിരുന്നു, P0 = 3 ആയിരുന്നു. ബാക്കിയെല്ലാം അതിനേക്കാൾ മേലെയുള്ള ഇൻറ്റീജേഴ്സാണ്. ഓൺലി ഫൈനൈറ്റ്ലി മെനി പ്രൈംസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, P0 to Pk. പുതിയൊരു ഇൻറ്റീജറാണ് n എന്നെടുത്തത്. n is equal to what, 4 × P1, P2 എക്സെട്ര Pk + 3. ഇനി P1, P2 എക്സെട്ര Pkയുടെ പ്രോഡക്റ്റിൻ്റെ കൂടെയാണ് 3 ആഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ക്ലിയർലി n must be greater than Pk. ഓക്കെ. പ്രോഡക്റ്റ് കണ്ടിട്ട് 3 ആഡ് ചെയ്യുമ്പോൾ എന്തായാലും n ഗ്രേറ്റർ ആയിരിക്കും. n ഈസ് ഗ്രേറ്റർ ദാൻ Pk ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 4n+3. ഇനി കേസ് 1 എടുക്കുകയാണ്. n പ്രൈം ആകുമ്പോൾ എന്താ സംഭവിക്കാം, വെൻ n ഈസ് പ്രൈം n would be larger than the largest prime Pk of the form 4n+3 which is a contradiction. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് Pk വരെയാണ് പ്രൈംസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അതെല്ലാം ഏത് ഫോമിലാണ്, 4n+3 ഫോമിലുള്ള പ്രൈംസ് ആണ്. ഇപ്പോൾ n ഈസ് ഓൾസോ ഓഫ് ദ ഫോം 4n+3. അപ്പോൾ വീണ്ടും n പ്രൈം ആണെങ്കിൽ ഈ Pk ആണ് ലാസ്റ്റ് പ്രൈം. അതിൻ്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ n വീണ്ടും എന്തായിട്ട് വരില്ല, പ്രൈമായിട്ട് വരില്ല. അപ്പോൾ അത് കോൺട്രഡിക്ഷനാണ്, അത് പോസിബിൾ അല്ല. ഓക്കെ. അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ രണ്ടാമത്തെ കേസ് എടുക്കുകയാണ്. n മസ്റ്റ് ബി എ കോമ്പോസിറ്റ് ഇൻറ്റിജർ. സപ്പോസ് n ഈസ് കോമ്പോസിറ്റ് ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, സിൻസ് n ഈസ് ഓഡ്. n എന്തുകൊണ്ടാണ് ഓഡ് ആയത്, 4n+3 ഫോം ആയതുകൊണ്ടാണ് ഓഡ് ആയത് കേട്ടോ. സിൻസ് n ഈസ് ഓഡ്, എവറി ഫാക്ടർ ഓഫ് n ഈസ് ഓഫ് ദി ഫോം 4n+1 ഓർ 4n+3. കാരണം ഓഡ് നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എപ്പോഴും എന്തായിട്ട് തന്നെ വരുള്ളൂ, ഓഡായിട്ടേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോം ഒന്നുകിൽ 4n+1 ആയിരിക്കും, അല്ലെങ്കിൽ 4n+3 ആയിരിക്കും. If every factor is of the form 4n+1, then by previous theorem n is also of the form 4n+1. രണ്ടും 4n+1 ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ again 4n+1 ആണ്. But here n is equal to what, 4n+3. So clearly it has a factor of the form 4n+3. അപ്പോൾ പ്രൈമിനെ നമ്മൾ ഫാക്ടറിനെ നമ്മൾ പി എന്നുള്ള ഒരു പേര് കൊടുക്കുകയാണ്. എന്നിൻ്റെ ഒരു ഫാക്ടറാണ് പി. അപ്പോൾ അതിൽ എന്തായാലും ഒരു ഫാക്ടർ ഏത് ഫോമിലായിരിക്കും, 4n+3 ഫോമിലായിരിക്കും. അപ്പോൾ അതിനൊരു സബ് കേസ് എടുക്കുകയാണ്. ലെറ്റ് പി ഈക്വൽ ടു, അതായത് ഫാക്ടർ പി ഈസ് ഈക്വൽ ടു P0 = 3. അങ്ങനെയാണെങ്കിൽ
3 ഡിവൈഡ്സ് n എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, എന്നിൻ്റെ ഒരു ഫാക്ടറാണ് പി. എന്നിൻ്റെ ഫാക്ടറാണ് പി എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 3. എന്നിൻ്റെ ഫാക്ടറാണെങ്കിൽ 3 ഡിവൈഡ്സ് n എന്ന് എഴുതാൻ പറ്റും. ഓൾസോ 3 ഡിവൈഡ്സ് n ആൻഡ് 3 ഡിവൈഡ്സ് 3 ഇംപ്ലൈസ് 3 ഡിവൈഡ്സ് n മൈനസ് 3. ലീനിയർ കോമ്പിനേഷനെ ഡിവൈഡ് ചെയ്യുന്നു. ദറ്റ് ഈസ് 3 ഡിവൈഡ്സ് ഇങ്ങനെ എഴുതാം, 3 ഡിവൈഡ്സ് n. സിൻസ് 3 is a factor of n. Here p equal to 3, p is a factor of n. Here 3 is a factor of n and 3 divides 3. Combining these two, we can write 3 divides n minus 3. Okay, n minus 3 is equal to what? Then 3 divides 4 into p1 into p2 into etc. pk. 3 divides, we can write 4 as 2 into 2 into p1 into p2 into etc. pk. Okay, then we have a theorem p divides a1 a2 etc. an, where a1 a2 etc. an are positive integers, then p divides ai for some i. ലാസ്റ്റ് ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, p divides some ai. അതേ സെയിം തിയറം ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, 3 divides 2 into 2, 3 divides 2 into 2 into p1 into p2 into etc. pk implies 3 divides 2 or 3 divides sum of the pi. But this is not possible. 3 divides 2 possible അല്ല. pi's എല്ലാം പ്രൈം ആയതുകൊണ്ട് 3 ഡിവൈഡ്സ് pi എന്നുള്ളതും പോസിബിൾ അല്ല. അതുകൊണ്ട് കോൺട്രഡിക്ഷൻ. നെക്സ്റ്റ് കേസിലേക്ക് പോകാം. ലെറ്റ് p ഈക്വൽ ടു pi. നേരത്തെ p ഈക്വൽ ടു 3 എന്നെടുത്ത് ഇവിടുത്തെ ഫാക്ടർ p ഈക്വൽ ടു pi. അങ്ങനെയാണെങ്കിൽ സിൻസ് p is a factor of n, we can write p divides n. Also p divides some p equal to some pi എന്നാണ് എടുത്തത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൈമിനോട് ഈക്വൽ ആയിരിക്കും. Therefore p divides 4 into p1 p2 etc. pk. Combining these two, we can write p divides n minus 4 into p1 p2 etc. pk. That means p divides 3. This is also not possible. Here p equal to what? Some pi other than 3 ആണ്. Therefore p divides 3 is not possible. This is a contradiction. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വന്നത്? അസംഷൻ റോങ് ആയിരുന്നു. അസംഷൻ എന്തായിരുന്നു? there exists only finitely many primes. Answer is there exists infinitely many primes of the form 4n plus 3. That completes the proof. Similarly, we can prove there are infinitely many primes of the form 4n plus 1. സെയിം പ്രൂഫ് യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഒരു തിയറം കൂടി പറയാം, പിന്നെ പ്രൂഫില്ല. ഡിറിച്ലെറ്റ് തിയറം. If a and b are relatively prime, then the arithmetic sequence a plus b, a plus 2b, a plus 3b etc. contains infinitely many primes. അപ്പോൾ അതിൻ്റെ ആ കേസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ, അതായത് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ എ പ്ലസ് ബി, എ പ്ലസ് 2b, എ പ്ലസ് 3b കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. 3 and 4 ആർ റിലേറ്റീവ്ലി പ്രൈംസ്. ദെൻ 4n plus 3 ഫോമിൽ ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ എക്ക് 1ഉം ബിക്ക് 4 എടുക്കുകയാണെങ്കിൽ there are infinitely many primes of the form 4n plus 1 also. ഓക്കെ, അപ്പോൾ ഈ 3 കേസിനും നമ്മൾ എക്സാമ്പിൾസ് പറയുന്നില്ല. എക്സാമ്പിൾസ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി.